السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم صل وسلم وبارك على حبيبك سيدنا ومولانا محمد وعلى آله وصحبه وعترته ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. صدق الله مولانا العلي العظيم وصدق وبلغنا رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സമസ്തകല ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്ന സമസ്തയുടെ ഖാദിമികളായ പണ്ഡിതന്മാർ, ഉസ്താദുമാർ, ഉമറാക്കൾ, വിഖായ വോളണ്ടിയർമാർ, പ്രിയങ്കരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, തസ്കിയത്ത് സെഷനാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് അനുവദിക്കപ്പെട്ട സമയം 3/4 മണിക്കൂറാണ്. 12:10 അവസാനിക്കുന്ന രീതിയിൽ ഞാൻ സമയം ക്രമീകരിക്കാൻ ബാധ്യസ്ഥനാണ്. കന്നഡ വശമില്ലാത്തത് കൊണ്ട് മലയാളത്തിൽ തന്നെയാണ് പറയുന്നത്. താങ്കൾ ഇംഗ്ലീഷ് പറയണമെന്ന് പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാകും എന്നെനിക്ക് അറിയുന്നില്ല. അത് പ്രയാസമില്ലെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ്. തങ്ങളിവിടെ സൂചിപ്പിച്ച പോലെ ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുൽ ഉലമയുടെ ഒരു വലിയ കറാമത്ത് തന്നെയാണ് ഈ ബംഗളൂരു നഗരിയിൽ ഈ പ്രഭാതത്ത് തന്നെ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ പണ്ഡിതന്മാരുടെ വിളിക്കുത്തരമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. തിന്മകളുടെ പതാകകൾ ഉയരുമ്പോൾ അതിൻ്റെ കീഴിൽ ഒരുമിച്ച് കൂടാൻ ഒരുപാട് ആളുകളുണ്ടല്ലോ എന്ന് നമ്മൾ പരിതപിക്കുമ്പോൾ, നന്മയ്ക്ക് വേണ്ടി ആരെങ്കിലും കൊടിപിടിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. അങ്ങനെ ഒരു കൊടി പിടിച്ചപ്പോൾ അതിനും ആളുകളുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന ഒരു സദസ്സാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിഷ്ടപ്പെടുന്ന ഒരു സംഗമമായി ഇതൊരുപാട് യാത്ര, ഉസ്താദുമാരൊക്കെ നമ്മൾ ഓരോരുത്തരും ദൂരങ്ങളിൽ നിന്ന് യാത്ര ചെയ്തു വന്നവരാണ്. ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് യാത്ര പോയത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് മദീനയിൽ നിന്ന് യാത്ര പോയത്. അപ്പം അത്രയൊന്നും ദൂരം നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടില്ല എന്നൊരു സമാധാനം. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹി 3 ലയാലിൻ 3 രാത്രി തുടർച്ചയായി യാത്ര ചെയ്ത് ഒരു ഹദീസ് കേൾക്കാൻ വേണ്ടി പോയതും നമുക്ക് വായിക്കാൻ കഴിയും. ഇരിക്കട്ടെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം സ്വഹാബികളൊക്കെ വിളിച്ചുകൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. തമന്നൗ, നിങ്ങളൊക്കെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്നൊന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞ ഒരു സംഭവം ഇമാം ബുഖാരി തങ്ങളൊക്കെ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കുന്നോ? എന്താ നിങ്ങളുടെ ആഗ്രഹം? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത, മഹാനവറുകളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ മുഴുവനും ബദരീങ്ങളായിരുന്നു എന്നതാണ്. ബദരീങ്ങളെയാണ് കൂട്ടിക്കൊണ്ടിടക്കുക എപ്പോഴും. ഉമർ തങ്ങളുടെ ബിത്താനത്ത് ബദരീങ്ങളാണ്. അപ്പോൾ അവരടക്കമുള്ള സ്വഹാബിമാരോടാ ചോദിക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? വാട്ട്സ് യുവർ ആംബിഷൻ ഇൻ ലൈഫ്? അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ആലോചിച്ചിരിക്കാൻ തുടങ്ങി, എന്താ പറയാ. അതിലൊരു സ്വഹാബി പറഞ്ഞു, ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാർ, ഈ വീട് നിറയെ എനിക്ക് ദഹബൻ വഫില്ല,
ദീനാറും ദിർഹമും എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ലഅൻഫഖ്തുഹാ ഫീ സബീലില്ലാഹ്, ഞാനത് അള്ളാഹുവിൻ്റെ വഴിയിൽ ചെലവഴിക്കും. ഈ വീട് നിറയെ, ദാറ് എന്ന് പറയുമ്പോൾ തന്നെ ഒന്നിലേറെ വീടുകൾ ഉള്ളപ്പോഴാണ് ദാറ് എന്ന് പറയുക, അല്ലെങ്കിൽ ബൈത്ത് എന്നാണല്ലോ പറയാ. അപ്പോൾ വീടുകളുടെ കൂട്ടത്തിനാണ് ദാർ, അതുകൊണ്ട് ദാർ മുഅന്നസാണ്. അപ്പോൾ അതൊരു കൂട്ടം, ഒരു സംഘം വീടുകൾക്കാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ അടുത്ത ആള് പറഞ്ഞു ഇതിന് സമാനമായ ഒരു മറുപടി, ലൗ ഖാന ലീ മിൽഹു ഹാദിഹി ദാരി ലുഅ്ലുഅതൻ വസബർജദൻ, വിലപിടിപ്പുള്ള കല്ലുകളും പവിഴങ്ങളും വജ്രങ്ങളുമൊക്കെയാണ് ഈ വീടുകൾ നിറയെ എനിക്ക് കിട്ടിയതെങ്കിൽ ഞാൻ ഒന്നുപോലും എനിക്കെടുത്തു വെക്കാതെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഞാൻ ചെലവഴിച്ചിരിക്കും എന്ന് അടുത്ത സ്വഹാബി. ഉമർ തങ്ങൾ വീണ്ടും പറഞ്ഞു, തമന്നൗ, നിങ്ങൾ ആഗ്രഹം പറയിൻ, ആഗ്രഹം പറയിൻ. അപ്പോൾ അവർ പറഞ്ഞു, ലാ നജിദു മാ നതമന്ന, ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ഇനി അമീറുൽ മുഅ്മിനീൻ തന്നെ, അമീറുൽ മുഅ്മിനീൻ്റെ അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാട്ടെ, നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു. ഉമർ തങ്ങൾ കൊടുത്ത മറുപടി, ലൗ കാന ലീ മിൽഉ ഹാദിഹി ദാർ അംസാലു അബി ഉബൈദത്ത് ബിനുൽ ജറാഹ് വസാലിം മൗല അബി ഹുദൈഫ വമുആദ് ബിൻ ജബൽ ലസ്തഅമൽതുഹും ലിഇലാഇ കലിമത്തില്ലാഹ്. ഇവിടെയാണ് വിഖായയുടെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്നത്. എനിക്ക് ഈ വീട് നിറയെ സ്വർണവും വെള്ളിയൊന്നുമല്ല വേണ്ടത്. എനിക്ക് വീട് നിറയെ അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹിനെ പോലെയുള്ള ചുണക്കുട്ടികൾ, അബൂ ഹുദൈഫ തങ്ങളുടെ മൗലയായിരുന്ന സാലിം തങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർ, മുആദ് ബിൻ ജബൽ തങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ, എനിക്കിവരെയാണ് കിട്ടിയതെങ്കിൽ ഞാൻ അവരെ ഉപയോഗിച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പണിയെടുക്കുമായിരുന്നുവെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇത് ഉമർ തങ്ങളുടെ വലിയൊരു വിഷനാണ്. ഉമർ തങ്ങൾ he was a great visionary. ഉമർ തങ്ങളുടെ പ്രത്യേകത അതാണ്. ഇന്ന മിൻ ഉമ്മത്തി ലമുഹദ്ദിസീന വമുകല്ലമീൻ വമിൻഹും ഉമർ. In my ummah there are a few who are divinely inspired. എൻ്റെ ഉമ്മത്തിൽ അള്ളാഹുവിൽ നിന്ന് വഹീ ലഭിക്കുന്ന അല്ലെങ്കിൽ ഇൽഹാം ലഭിക്കുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് നബി തങ്ങൾ പറഞ്ഞ ഹദീസുകൾ കാണാൻ കഴിയും. വ്യക്തികളാണ്. മാൻ പവർ എന്നത് വലിയൊരു സംഭവമാണ്. നമുക്ക് സമ്പത്തോ ഫണ്ടോ ഒന്നുമില്ലെങ്കിൽ തന്നെയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയവും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും അള്ളാഹുവിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കത്തക്ക വിധം പ്രബുദ്ധരായ ഒരു കൂട്ടം ആളുകളെയാണ് എനിക്ക് വേണ്ടത്, ഫണ്ടല്ല എനിക്ക് വേണ്ടത് എന്ന് മഹാനവറുകൾ പറയുന്നത് ഇതുപോലെയുള്ളൊരു ആൾക്കൂട്ടത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ്. 21-ാം നൂറ്റാണ്ടിൽ നിൽക്കുമ്പോൾ ഖൈറുൽ ഖുറൂനിൻ്റെ ആ ഒരു ഖൈറിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കെ തന്നെയാണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു കൂട്ടായ്മ, വിഖായയുടെ ആ ഒരു ജാക്കറ്റ് അണിയുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു അഭിമാനവും അത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന എന്തെന്നില്ലാത്ത മനസ്സിൻ്റെ കുളിർമയും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം വളരെ 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 സന്തോഷദായകമാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന. ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കഅബാലയത്തിൻ്റെ പടവുകൾ പടുത്തുയർത്തുമ്പോൾ പറഞ്ഞ വാക്കുകൾ പണി തീരും മുമ്പ്, കഅബാലയം കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പാണ് ഈ പ്രാർത്ഥന ചെയ്തത് എന്നത് ശ്രദ്ധേയമാണ്. വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുവേ നീ സ്വീകരിക്കണമേ. ഇവിടെ ബഹുമാനപ്പെട്ട കുന്നുംകൈ തങ്ങളവர்கள் സൂചിപ്പിച്ച പോലെ ആഫ്റ്റർ ഓൾ നമ്മൾ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? മരിച്ചു പോകുമ്പോൾ നമുക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ ആളുകൾ ഉണ്ടാവണം. ഖബറിൽ പോയി കിടക്കുമ്പോൾ അവിടെ സമാധാനത്തിൽ പോയി കിടക്കാൻ പറ്റണം. നാളെ ഖിയാമത്തിൻ്റെ വിളിയാളമുണ്ടായി എഴുന്നേൽക്കുമ്പോൾ പേടിയില്ലാതെ അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റണം. നാളത്തെ വിചാരണ നടക്കുമ്പോൾ അതൊരു അറളായിട്ട് മാറിക്കിട്ടണം. അതൊരു മൻ നൂഖിഷൽ ഹിസാബ ഉദ്ദിബ്. അങ്ങനെ ഒരു കടുത്ത ചോദ്യങ്ങളൊക്കെ അള്ളാഹു ചോദിക്കാൻ നിന്നാൽ നമ്മളൊക്കെ കുടുങ്ങിപ്പോകും. അങ്ങനെ നാളെ രക്ഷപ്പെടണം എന്നൊരൊറ്റ പ്രതീക്ഷയിൽ മാത്രം അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കുകയാണ് വിഖായയുടെ വളണ്ടിയർമാർ. നമ്മൾ ഓരോരുത്തരും അള്ളാഹു അത് സാധ്യമാക്കി തരട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ, അതിനെ ചൊല്ലിയുള്ള പ്രശംസകളും ആശംസകളും അതിനെ ചൊല്ലിയുള്ള നല്ല വാക്കുകളും ഒന്നും കേൾക്കാൻ ഒരിക്കലും കാത്തു നിൽക്കാതെ നമ്മൾ അധ്വാനിക്കേണ്ടവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളിലെ ടാലന്റുകൾ കണ്ടെത്തിയ മഹാനാണ്. നബി തങ്ങളുടെ ഒരു പ്രത്യേകത അതാണ്. സ്വഹാബികളിലെ കഴിവുള്ള ആളുകളെ തങ്ങൾ തിരിച്ചറിയുമായിരുന്നു. എൻ്റെ ഉമ്മത്തിനോട് ഏറ്റവും കൂടുതൽ റഹ്മത്തുള്ള ആള് അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു. എൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ കടുത്ത കർക്കശമായ തീരുമാനമെടുക്കാൻ മനസ്സുള്ള ആൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു.
ഈ ഉമ്മത്തിന് ദീൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന പണ്ഡിതൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, അഖ്റഉഹും വഅലമുഹും ബിൽ ഫറായിദ് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. പിന്നെ സൈഫുല്ലാഹിൽ മസ്ലൂൽ, അല്ലാഹുവിൻ്റെ ഉയർത്തപ്പെട്ട വാള്, ഊരിപ്പിടിക്കപ്പെട്ട വാള് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഓരോരുത്തരെയും അവരവരുടെ കഴിവുകളെ നബി തങ്ങൾ പരിപോഷിപ്പിച്ചിരുന്നു, തിരിച്ചറിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമാണ് 17 വയസ്സ് മാത്രമുണ്ടായിരുന്ന ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ റോമിലേക്ക് പോകുന്ന ഒരു സൈന്യത്തിൻ്റെ നേതാവായി, ആ സൈന്യത്തിൽ 60ഉം 70ഉം കഴിഞ്ഞ പ്രായമുള്ള സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. ആ സംഘത്തിൻ്റെ നേതാവാര 17 വയസ്സ് മാത്രം പ്രായമുള്ള നബിതങ്ങളുടെ ഹിബ്ബായിരുന്ന സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉസാമത്ത് ബിൻ സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുമ 17 വയസ്സാണ് ഉണ്ടായിരുന്നത്. ആ മഹാനവറുകളെ എന്തുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുപോയി? ഖുറൈശികൾപ്പെട്ട ചില ആളുകൾ ഹബീബിനോട് ചോദിച്ചു, തങ്ങളോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ, ഞങ്ങൾ ഖുറൈശികളിൽ ഉണ്ടല്ലോ കുറെ ആൾക്കാർ, അവരെയൊന്നും കാണാതെ ഒരു മൗലയായ, ഒരു അടിമയായ ഒരു ചെറുപ്പക്കാരനെ അങ്ങ് എന്തുകൊണ്ട് നേതാവായി ഈ സൈന്യത്തിൻ്റെ, ഈ ബറ്റാലിയന്റെ ക്യാപ്റ്റനായി നിയമിച്ചു എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ബഹുമാനപ്പെട്ടവർ, ഇന്നഹു ലഖലീഖൻ ലഹ്, ഈ നേതൃത്വത്തിന് കഴിവുള്ള ആളാണ്, എൻ്റെ ഹിബ്ബാണ് എന്നതല്ല ഇവിടെ കാരണം, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾ എന്നതല്ല കാരണം, മഹാനവറുകൾക്ക് നേതൃഗുണമുണ്ട്, ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് മഹാനായ ഉസാമ തങ്ങളെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ആ ചരിത്രമൊക്കെ നമുക്കറിയുന്നതാണ്. സിദ്ദീഖ് തങ്ങൾ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ചു ഉസാമ തങ്ങൾ എന്ന 17കാരൻ, മീശ മുളച്ചു വരുന്നുള്ളൂ. മഹാനവറുകൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ ഖലീഫയായി എന്ന അധികാരത്തിൽ വന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒട്ടകത്തിൻ്റെ കയറ് പിടിച്ച മദീനയിൽ നിന്ന് 12,000 സ്വഹാബിമാരെ യാത്ര അയക്കുമ്പോൾ ഉസാമ തങ്ങൾ മേലെ നിന്ന് നോക്കിയിട്ട് പറഞ്ഞു, സിദ്ദീഖ് എന്നവരെ, ഞാനിവിടെ ഇരിക്കൂല, ഞാൻ ഇറങ്ങാൻ. നിങ്ങൾ എങ്ങനെ എൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് പിടിക്കുക? നിങ്ങളിവിടെ കയറിയിരിക്കണം, ഞാൻ താഴെ ഇറങ്ങും, അല്ലെങ്കിൽ ഞാൻ രണ്ടുപേരും നമുക്ക് നടക്കാം, ഞാൻ മേലെയും നിങ്ങൾ താഴെയും, അത് പറ്റില്ല. ഇത് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ മേലെ നിന്ന് ഇറങ്ങാനും പാടില്ല, ഞാൻ മേലേക്ക് കയറൂല. വമാലിയ ലാ ഉഗബ്ബിറു ഖദമയ്യ സഅതൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ വഴിയിൽ എൻ്റെ കാലിൽ ഇച്ചിരി പൊടിയായി എന്ന് വിചാരിച്ച് എന്ത് കുഴപ്പമാണുള്ളത്? ഞാൻ ഒരൽപ്പം നിങ്ങളുടെ കൂടെ നടന്ന് യാത്രയേക്കാം. ഒരിക്കലും കാര്യം ചോദിക്കാനുണ്ട് ഉസാമ, എന്താണ് ഖലീഫത്തു റസൂലില്ല, എന്താണ് അങ്ങേക്ക് ചോദിക്കാനുള്ളത്? എൻ്റെ കൂടെ മദീനയിൽ നിൽക്കാൻ ഉമർ എന്നവരെയും 1-2 ആളുകളെയും നിങ്ങൾ എനിക്ക് വിട്ടുതരുമോ? ആരായി ചോദിക്കുന്നത്? ഖലീഫത്തു റസൂലില്ല സിദ്ദീഖ് റളിയല്ലാഹു. ആരോടായി ചോദിക്കുന്നത്? 17 വയസ്സ് മാത്രം പ്രായമുള്ള ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട്. നിങ്ങൾ വിട്ടുതരോ എനിക്ക് ഉമർ എന്നവരെ? ഞാൻ മദീനയിൽ ഒറ്റക്കാണ്, മുർത്തദീങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, മദീനയുടെ ലെജിസ്ലേഷൻ, മദീനയുടെ അഡ്മിനിസ്ട്രേഷൻ, ഇതിലൊക്കെ എന്നെ സഹായിക്കാൻ ആളുകൾ വേണം. അതുകൊണ്ട് എനിക്ക് കുറച്ച് ആളുകളെ ഉസാമ നിങ്ങൾ വിട്ടുതരികയാണെങ്കിൽ, സമ്മതമുണ്ടെങ്കിൽ മാത്രം അവരെൻ്റെ കൂടെ നിന്നോട്ടെ, നിങ്ങൾ എല്ലാവരും പോയാൽ ഞാനിവിടെ ഒറ്റക്കാവില്ലേ എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫ ആ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചത്, യങ് ലീഡേഴ്സ്, യുവാക്കളായി നേതൃനിരയിലേക്ക് വരുന്ന ആളുകളെ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു പാഠം അവിടെ ഉണ്ട്. അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ മുതിർന്ന ആളുകളെ അംഗീകരിക്കുന്ന പക്ഷം ചെറുപ്പക്കാർ എത്ര വിനയാന്വിതരായിട്ടാണ് അവരോട് പെരുമാറേണ്ടത് എന്നതും മഹാനായ ഉസാമ തങ്ങളിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ്. സിദ്ദീഖ് എന്നവരെ, നിങ്ങൾക്ക് ആരെയാ വേണ്ടത്? അവർ കഴിച്ചു ബാക്കി മതി എൻ്റെ കൂടെ സൈന്യത്തിൽ വരാൻ, നിങ്ങൾ ഇഷ്ടമുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ വെച്ചോളൂ, ഞാൻ താഴെ ഇറങ്ങട്ടെ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുമായിരുന്ന മഹാനായ ഉസാമ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നമ്മളൊക്കെ വിവിധങ്ങളായ മൗഹിബ, കഴിവുകൾ, സിദ്ധികൾ അള്ളാഹു നമ്മൾ ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നമ്മൾ പൊതുപ്രവർത്തകരാണ്. റസൂലുള്ളാഹി തങ്ങളും അമ്പിയാക്കന്മാരും ചെയ്ത ജോലി ആ ഒരു പൊതുപ്രവർത്തനമാണ്. ഒരുപാട് മനസ്സുകളുമായി സംവദിക്കാനുള്ള അവസരം നമുക്കുണ്ടാവും. അതൊരു വലിയ പ്രത്യേകതയാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കാറുണ്ട്, മദ്രസയിലും ദർസിലും സ്കൂളിലും കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്ന ജോലി ഒരു കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസിലോ ഒരു അഡ്മിനിസ്ട്രേഷൻ വർക്കോ ചെയ്യുന്നതിനേക്കാളൊക്കെ വലിയ പ്രാധാന്യമുള്ളതാണ്. അവരൊക്കെ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുമ്പോൾ, സംവദിക്കുമ്പോൾ നമ്മൾ ജീവനുള്ള ബുദ്ധിയുള്ള മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഇമോഷനുകൾ ഉണ്ടാവും, ഭാവവ്യത്യാസങ്ങളുണ്ടാകും, അവിടെ മാനസികമായ വിക്ഷോഭങ്ങളുണ്ടാകും, വ്യത്യസ്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതിനെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്.
അതും അള്ളാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉംറത്തുൽ ഖളാഇന്റെ ഒരു അനുഭവമുണ്ട്. നബി തങ്ങൾ ഹിജ്റയുടെ 7-ാം വർഷം, 6-ാം വർഷമാണ് ഹുദൈബിയ സന്ധി ഒപ്പുവെക്കുന്നത്. 7-ാമത്തെ വർഷം ഹുദൈബിയ കാലത്ത് നഷ്ടമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി തങ്ങൾ മക്കയിലേക്ക് പോവുകയാണ്. ആ ഉംറ കഴിഞ്ഞ് തങ്ങൾ തിരിച്ചു വരുമ്പോൾ, ഉംറക്ക് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി, അതുകൂടെ പറയാം. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, അതുപോലെ ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, രണ്ടുപേരും അന്ന് മുസ്ലിമീങ്ങളായിരുന്നില്ല, സ്വഹാബിമാരായിട്ടില്ല. ആ 2 മഹാന്മാർ, ഒന്ന് അബൂജഹലിന്റെ മോനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു, പിന്നെ വലീദിന്റെ മകൻ ഖാലിദ് റളിയല്ലാഹു അൻഹു. അപ്പോൾ നബി തങ്ങൾ മക്കയിലെത്തിയ ഉടനെ, അപ്പോൾ തങ്ങൾ മക്കയിൽ 4 ദിവസമേ ഉണ്ടാവുള്ളൂ. 3 ദിവസം ഉംറയും പിന്നെ 4-ാമത്തെ ദിവസം യാത്ര പുറപ്പെടുന്ന ദിവസവും. ഈ 4 ദിവസം നബി തങ്ങൾ മക്കയിൽ വന്ന് ഉംറ ചെയ്യുന്നത് കാണാനാവില്ല എന്ന് വാശി പിടിച്ച് ദേഷ്യത്തോടുകൂടെ മക്കയിൽ നിന്ന് ഇറങ്ങിപ്പോയ 2 ആളുകളിൽപ്പെട്ട ആളുകളാണ് ഇവർ. ഒന്ന് ഖാലിദ് തങ്ങളും മറ്റൊന്ന് ഇക്രിമത്ത് ബിൻ അബീ ജഹലും. അപ്പോൾ തങ്ങളാണെങ്കിലോ ഖാലിദ് തങ്ങളുടെ സഹോദരൻ വലീദ് ബിൻ വലീദിനെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല വലീദെ, നിന്റെ സഹോദരൻ ഖാലിദ് എവിടെ? ഇപ്പം നിങ്ങൾക്കറിയാം ഖാലിദ് എന്നവര് ഇസ്ലാമിൻ്റെ ശത്രുവാണ്. എന്നാലും മക്കയിൽ ചെല്ലില്ല, ആ നാട്ടിലെത്തുമ്പോൾ ആ നാട്ടുകാരൊക്കെ ഒന്ന് പരിചയപ്പെടണ്ടേ. തങ്ങൾ ചോദിച്ചു, ഖാലിദ് എവിടെ എന്ന് ചോദിച്ചു. അപ്പം നബിയെ ചോദിച്ചത് കൊണ്ട് പറയാം, അങ്ങയുടെ മുഖം കാണാൻ സഹിക്കാഞ്ഞിട്ട് നാട് വിട്ടുപോയതാ. അതേ എന്ന് ചോദിച്ചു തങ്ങൾ. എന്നാൽ ഖാലിദ് ഇവിടെ ഇല്ലല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുകയാണ്, നിന്റെ സഹോദരൻ ഖാലിദ് ഇത്രയധികം അഖലുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇസ്ലാം അംഗീകരിക്കാൻ ഖാലിദിന് സാധിക്കാതെ പോകുന്നത്? ഖാലിദിനോടൊന്ന് പറയണേ, വല്ലാഹി ലൗ അതാനി ലഉക്രിമന്ന, ഖാലിദ് എങ്ങാനും എൻ്റെ അരികത്തേക്ക് വരികയാണെങ്കിൽ മാന്യമായി ഖാലിദിനെ ഞാൻ സ്വീകരിക്കും എന്ന് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അനുജനോട് പറഞ്ഞു. പക്ഷേ ഒരിക്കലും പറഞ്ഞില്ല ഇത് ജ്യേഷ്ഠനോട് പോയി പറയണമെന്ന്. നബി നിങ്ങൾ പറഞ്ഞില്ല, തങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടു. ജ്യേഷ്ഠൻ വന്നപ്പോഴും പറഞ്ഞു, ഖാലിദേ, നിന്നെ റസൂൽ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് നിനക്കറിയോ? നീ വന്നാൽ നിനക്ക് ആദരവും ബഹുമാനവും തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് നബി തങ്ങൾ പോയത്. അവിടെയാണ് ഖാലിദ് എന്നവരുടെ മനസ്സിന് മാറ്റമുണ്ടാകുന്നത്. നമ്മുടെ വൃത്തത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന 4 ആളുകളെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ പണിയെടുക്കേണ്ട ആളുകളാണ് നമ്മളെ കൂടെയുള്ളവർ പുറത്തു പോകാതിരിക്കാനും അകത്ത് കടക്കാത്ത ആളുകളെ അകത്തേക്കൊന്ന് വിളിച്ചു കൊണ്ടുവരാനും കഴിയുന്ന വിധമായിരിക്കണം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത്. നബി തങ്ങൾക്ക് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഒരാളെ ഒരു മെമ്പർഷിപ്പ് കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ? പക്ഷെ ഒരാൾ വരുന്നത് അതൊരു അസറ്റാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പിന്നീട് നബി തങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതും മദീനയിൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതും വലിയ അത്ഭുതകരമായ സംഭവമാണ്. ഏതായിരുന്നാലും തങ്ങൾ ഉംറത്തുൽ ഖളാ കഴിഞ്ഞ് പോരുമ്പോൾ ഒരു പെൺകുട്ടി നബി തങ്ങളുടെ പിന്നാലെ ഓടി വരുന്നു. ആ പെൺകുട്ടി യാ അമ്മി യാ അം, എൻ്റെ അമ്മാവനെ എന്ന് വിളിച്ച് പുണ്യ റസൂലിന്റെ പിറകിൽ ഇങ്ങനെ ഓടി വന്നപ്പോൾ തങ്ങൾ തിരിഞ്ഞു നോക്കുന്നു. അത് ഹംസ റളിയല്ലാഹു അൻഹു, ഉഹദിൽ ഷഹീദായ നബി തങ്ങളുടെ അമ്മ, അവിടെ തെളാപ്പയായിരുന്ന ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മോളാണ്. അപ്പൊ നബി തങ്ങൾക്ക് വലിയ സന്തോഷമായി. തങ്ങൾ ഒട്ടകപ്പുറത്ത് താഴെ ഇറങ്ങി ആ പൊന്നുമോളെ നബി തങ്ങൾ വാരിയെടുത്തു. ഹംസ റളിയല്ലാഹു അൻഹു ഹിജ്റ വരുമ്പോഴേ കുടുംബം മക്കയിലാണ്. അങ്ങനെ ഒരുപാട് സ്വഹാബിമാരുണ്ടായിരുന്നു. മക്കളെ, കുടുംബത്തെ മക്കയിലാക്കിയിട്ടാണ് അവർ ഹിജ്റ വന്നിട്ടുള്ളത്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഇങ്ങനെ ഓടി വന്ന് അമ്മി അമ്മി എന്ന് വിളിച്ച് നബി തങ്ങളുടെ കൂടെ കൂടിയപ്പോൾ അലി റളിയല്ലാഹുവിന്റെ അരികത്തുണ്ട്. അലി റളിയല്ലാഹു ഫാത്തിമ ബിവിയോട് പറഞ്ഞു, യാ ഫാത്തിമ ദൂനകി ഇബ്നത അമ്മികി, ഫാത്തിമ, നിങ്ങളുടെ പിതൃ സഹോദര പുത്രിയുടെ കാര്യത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മോളെ ഫാത്തിമ നിങ്ങൾ നോക്കണേ. ഇത് നിങ്ങളുടെ മുത്താപ്പയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസ തങ്ങളുടെ മോളാണ്. ഇപ്പൊ കുടുംബ ബന്ധം നിങ്ങൾക്കാണല്ലോ, മോളൊന്ന് നോക്കണേ എന്ന് അലി റളിയല്ലാഹു അൻഹു ഈ പറഞ്ഞിരിക്കുമ്പോൾ വേറൊരാൾ ഓടി വരുന്നു. നബിയെ, ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം, നബിയെ, ആ കുട്ടിയെ ഞാൻ നോക്കിക്കൊള്ളാം. അത് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ജഅഫർ എന്നവരോ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പിതൃ സഹോദര പുത്രിയാണ് ഈ കുട്ടി. അത് മാത്രമല്ല ഖാലതുഹു ഇൻദി, ആ കുട്ടിയുടെ എളാമയായ അസ്മാ ബിൻത് ഉമൈസ് എൻ്റെ ഭാര്യയാണ്. ഇപ്പൊ കുട്ടിയുടെ എളാമ എൻ്റെ അടുത്താ, ഞാൻ നോക്കാം നബിയെ. അപ്പോഴേ വരുന്നു സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു, മൂത്തയിലെ ഷഹീദായ നബി തങ്ങളുടെ
നിബിതങ്ങൾ പോറ്റു വളർത്തിയ പുത്രനെന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയ സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു, നബിയെ ഞാനും ഹംസ റളിയല്ലാഹു അൻഹുവും തമ്മിൽ സൗഹൃദ ബന്ധം ഞങ്ങളെ ഇഖ്വാനുകളാക്കിയിട്ടില്ലയോ അങ്ങ്? ഞങ്ങൾ രണ്ടുപേരും സഹോദരങ്ങളല്ലേ? ആഹാ ബൈനൽ അൻസ്വാരി വൽ മുഹാജിരീൻ, ആ കൂട്ടത്തിൽ എൻ്റെ സഹോദരനാണ് ഹംസ തങ്ങള്. അതുകൊണ്ട് എൻ്റെ സഹോദരന്റെ മോളെ ഞാൻ നോക്കിക്കൊള്ളാം നബിയെ, എനിക്ക് വിട്ടുതരൂ. ഒരു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി 3 ആളുകൾ മുന്നോട്ട് വരികയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ പിതാവ് മരിച്ചു കഴിഞ്ഞാൽ കുട്ടി യതീമാവുകയാണ്. യതീമായാൽ ആ കുഞ്ഞിനെ ആരാണ് സംരക്ഷിക്കേണ്ടത് എന്ന പ്രത്യേകമായൊരു ബാധ്യത അള്ളാഹുവിൻ്റെ ശരീഅത്ത് ആരുടെയും തലയിൽ കെട്ടിവെച്ചു കൊടുത്തില്ല. എന്തുകൊണ്ട്? ഒരു കുട്ടിക്ക് ഒരു ഉപ്പ നഷ്ടപ്പെട്ടു പോയാൽ ബാക്കി സമൂഹത്തിലെ 100 കണക്കിന് ഉപ്പമാർ ആ കുഞ്ഞിൻ്റെ ഉപ്പമാരായി മാറണം. ഈ ഒരു കുഞ്ഞിന് വേണ്ടി 3 പേര് തർക്കിക്കുകയാണ്, ഞങ്ങൾ സംരക്ഷണം ഏറ്റെടുക്കാം. എത്രയോ വിധവകളെയും രോഗികളെയും നിരാലംബരെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വിഖായുടെ പ്രവർത്തകരോട് ആ ഒരു കുടുംബത്തിന്റെ അത്തരം ഒരു സാഹചര്യത്തിന്റെ വേദന എത്രയാണെന്ന് പറഞ്ഞിരേണ്ട കാര്യമില്ല. ആ കുഞ്ഞ് വലിയ സന്തോഷത്തിലാണ്. പക്ഷെ നബി തങ്ങൾക്കാണെങ്കിലോ 3 പേർക്ക് എങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? ഹബീബായ നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, അൽ ഖാലതു ബിമൻസിലത്തിൽ ഉമ്മയുടെ സ്ഥാനത്താണ് എളാമയും മൂത്താമയും കിടക്കുന്നത് എന്ന് നബി തങ്ങളുടെ ആ വാക്ക് അപ്പോഴാണ് വന്നത്. അതുകൊണ്ട് ജാഫറെ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, ആ കുട്ടിക്കൊരു എളാമ നിങ്ങളുടെ വീട്ടിലുണ്ടല്ലോ, നിങ്ങളുടെ ഭാര്യ അസ്മാ ബിൻത് ഉമൈസ്, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. അപ്പോൾ അലി തങ്ങൾക്കും ഇച്ചിരി വിഷമായി, സയ്യിദ് തങ്ങൾക്കും വേദനയായി. അവർക്ക് കിട്ടിയില്ലല്ലോ. ആ ഒരു മനസ്സിന്റെ വേദനയെ കണ്ടില്ല എന്ന് ലോകത്തിന്റെ ഗുരു നടിച്ചില്ല. നമ്മുടെ വിഷയം അതാണ്. ആ ഒരു മനസ്സിനെ നബി തങ്ങൾ കാണുകയാണ്. 3 പേരെയും അരികത്ത് വിളിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ അലിയാര് തങ്ങളോട് പറയുന്ന വാക്കെന്താണെന്നറിയോ? അലിയേ അൻത മിന്നി വ അന മിൻക്. അലിയെ നിങ്ങൾ എന്നിൽപ്പെട്ടവരാണ്, ഞാൻ നിങ്ങളിൽപ്പെട്ടവരാണ്. അലി തങ്ങൾക്ക് വയറ് നിറഞ്ഞു. ഒന്നും വേണ്ട, തങ്ങളല്ലേ ഈ പറയുന്നത്, അൻത മിന്നി വ അന മിൻക്, ഞാൻ നിങ്ങളിൽപ്പെട്ടവനും നിങ്ങൾ എന്നിൽപ്പെട്ടവരുമാണ്. ഭയങ്കര സന്തോഷായി. സയ്യിദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, സയ്യിദുൻ അഖൂനാ വ മൗലാനാ, സയ്യിദ് നമ്മുടെ സഹോദരനാണ്, നമ്മുടെ മൗലയാണ്, നമ്മുടെ ഖാദിമാണ്, എൻ്റെ സഹോദരനുമാണ് സയ്യിദ് ഇബ്നു ഹാരിഥ. അപ്പോൾ സയ്യിദ് തങ്ങൾക്കും സന്തോഷമായി. അപ്പോൾ ജാഫർ തങ്ങൾ കുട്ടിനൊക്കെ പിടിച്ചിരിക്കുകയാണ്. ജാഫർ തങ്ങളെക്കുറിച്ച് തങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴാ നബി തങ്ങൾ അതാ പറയുന്നു, ജാഫറെ അഷ്ബഹത ഖൽഖി വ ഖുലുഖി, എൻ്റെ സ്വഭാവവും എൻ്റെ രൂപഭംഗിയും അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ എന്ന് ജാഫർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുമ്പിലിരിക്കുന്ന ആളുകളുടെ മനസ്സിൻ്റെ വേദനയെ, അവർക്കൊരു വേദനയുണ്ടാകരുത് നമ്മുടെ ഒരു പ്രവർത്തനം കൊണ്ട്, ഒരു വാക്കുകൊണ്ട്. അവർക്കുണ്ടായ വേദനയെ പരിഹരിക്കാനുള്ള ജബർ ചെയ്യാന്നൊക്കെ പറയില്ലേ ഉസ്താദുമാര്, അത് പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ അങ്ങനെയാണ്. പൊതുസമൂഹത്തിന്റെ മനസ്സ് നബി തങ്ങൾ വല്ലാണ്ട് ശ്രദ്ധിക്കുമായിരുന്നു. മുആദ് ഇബ്നു ജബൽ എന്നവർ നമുക്കൊക്കെ അറിയാം, സ്വഹാബികളിലെ ആലിമായ സ്വഹാബിയാണ്. അവരെ സംബന്ധിച്ച് സ്വഹാബികൾ പോലും വിളിക്കുന്നത് സയ്യിദുൽ ഉലമാഇ വസാബിഖുഹും ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് പണ്ഡിതന്മാരുടെ മുമ്പിൽ നടക്കുന്ന, പണ്ഡിതന്മാരുടെ സ്വർഗത്തിലെ നേതാവാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ കേട്ടതും പഠിച്ചതായിരിക്കും. 34 വയസ്സുള്ളപ്പോഴാണ് വഫാത്താകുന്നത് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. 34 വയസ്സാണ് തങ്ങൾ മഹാനവർ വഫാത്താകുമ്പോൾ. അവരാണ് 60ഉം 70ഉം 100ഉം കഴിഞ്ഞ പണ്ഡിതന്മാരെ സ്വർഗത്തിലേക്ക് നയിക്കുക. യസ്ബിഖുൽ ഉലമാ ഇലൽ ജന്നതി ബിറത്വതി ഹജറിൻ, ഉലമാ പണ്ഡിതന്മാർ സ്വർഗത്തിലേക്ക് കടക്കുന്നതിൻ്റെ എത്രയോ മുമ്പ് മുആദ് തങ്ങൾ അവർക്ക് നേതാവായി മുമ്പിലെത്തിയിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുആദ് എന്നവർ മദീന പള്ളിയിൽ ഹബീബിൻ്റെ കൂടെ ഇശാ നിസ്കരിച്ചിട്ടാണ് സ്വന്തം ഖബീലയിൽ പോയി നിസ്കരിക്കുക. അപ്പോൾ അവർക്ക് ഇമാമ് നിൽക്കും, മഹാനവറുകൾക്ക് സുന്നത്താണ്, അവർക്കത് ഫർളായിരിക്കും. നാട്ടുകാർക്ക് മഹാനവറുകൾ ഹാഫിളാണ്, ആലിമാണ്. ഇശാ നിസ്കാരം തുടങ്ങി മുആദ് റളിയല്ലാഹു അൻഹു ദീർഘമായ സൂറത്ത് ഓതി തുടങ്ങുകയാണ്. അപ്പോൾ വമഅഹും റജുലുൻ ലഹു നാദിഹാൻ, വെള്ളം കോരുന്ന ഒട്ടകമുള്ള 2 ഒട്ടകത്തിൻ്റെ മുതലാളി ജമാഅത്ത് നിസ്കരിക്കുന്ന മഅ്മൂമിങ്ങളിലുണ്ട്. അദ്ദേഹം ഒട്ടകത്തെ ഉപയോഗിച്ച് വെള്ളം കോരുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിണറ്റിന്ന് വെള്ളം എടുക്കണം, ഒട്ടകത്തെ നടത്തണം, പിന്നെ തിരിച്ചിങ്ങോട്ട് നടക്കണം, വെള്ളം കോരി ഒഴിച്ചു കൊടുക്കണം, അതിൻ്റെ പൈസ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഈത്തപ്പഴം വാങ്ങിക്കണം. ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ഒട്ടകങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് തളർന്ന മനുഷ്യനാണ്. മൂപ്പര് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഈ അൽബക്കറൊക്കെ ഓതി അവർക്ക് നിൽക്കാൻ പറ്റുമോ? ഉറക്കം വരൂലേ? അദ്ദേഹം എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ ഇമാമുമായി നിസ്കാരത്തിന് വേർപെടുകയാണെന്ന് നിയ്യത്ത് വെച്ച് മൂപ്പര് ഒറ്റക്കാണ് ഇശാ നിസ്കരിച്ച് വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങി. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ
സലാം വീട്ടി മുആദ് എന്നവരുടെ ദിക്റും ഒക്കെ കഴിഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞു, മുആദ് ബിൻ ജബൽ എന്നവരെ നിങ്ങൾ അറിഞ്ഞോ? എന്തേ? നമ്മുടെ കൂടെ ഫുലാനുൻ ഖബ്ബറ മഅനാ വസല്ല, നിസ്കരിക്കാൻ വേണ്ടി തക്ബീറൊക്കെ കെട്ടി വന്നിരുന്ന ഒരാൾ മൂപ്പര് പിന്നെ കെട്ടഴിച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ച് വിട്ടു പോയിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല, മുനാഫിക്കുകൾ അങ്ങനെയാണ്, നിസ്കരിക്കുമ്പോൾ വലിയ മടിയായിരിക്കും എന്ന ആയത്തുണ്ടല്ലോ. അപ്പോൾ മുആദ് എന്നവരങ്ങ് പറഞ്ഞുപോയി, ദാക മുനാഫിഖ്, അത് മുനാഫിഖായ മനുഷ്യനാണ്. പറഞ്ഞു എന്ന് മാത്രമല്ല, മുആദ് എന്നവർ അങ്ങനെ പറഞ്ഞു എന്നത് ആ മനുഷ്യൻ്റെ ചെവിയിലെത്തുകയും ചെയ്തു. ഇന്നത്തെ കാലഘട്ടം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാലമാണ്. സ്വകാര്യം എന്ന് പറഞ്ഞ സംഭവമില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്ക് അങ്ങനെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എവിടെയും ഇല്ല. നമുക്കൊരു ദീനിൻ്റെ ഒരു മസല പോലും നമ്മൾ അറിയേണ്ടത് ഒരു ഉസ്താദിനും ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഏതെങ്കിലും ഒരു റെക്കോർഡ് ചെയ്തിട്ട് പുറത്തു വിടും, അത് വേറെ ആരെങ്കിലും കേൾക്കുമ്പോൾ അവർക്കത് ഭയങ്കര ഒഫൻസീവായിട്ട് തോന്നും, അത് പിന്നെ പ്രശ്നമായിട്ട് മാറും. നമുക്ക് അങ്ങനെ ദീനിൽ അറിയേണ്ട ഒരുപാട് മസലകൾ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി അല്ലേ? അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും പിന്നെ സംസാരിക്കുക. അപ്പോൾ ഒരു കാര്യം സ്വകാര്യം പറയാൻ പറ്റില്ല. അപ്പോൾ ആരെക്കുറിച്ച് എന്തൊക്കെ പറയുകയാണെങ്കിലും ഇത് അവരുടെ ചെവിയിലെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. മുആദ് ബിൻ ജബൽ എന്നവർ പറഞ്ഞ പരാതിയുമായി പുണ്യനബിയുടെ മുമ്പിൽ ഈ മനുഷ്യനെത്തി. സ്വഹാബി, പൊന്നാര നബിയെ, അങ്ങയുടെ സ്വഹാബിമാരുടെ ദീർഘമായ നിസ്കാരം കാരണം ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നില്ല, ജമാഅത്തിന് നിസ്കരിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട് ഞാൻ തളർന്ന് ഭക്ഷണം പോലും കഴിക്കാതെ ജമാഅത്തിന് വന്ന് നിൽക്കുമ്പോൾ അൽ-ബഖറ ഓതുന്നു നിങ്ങളുടെ സ്വഹാബി മുആദ് ബിൻ ജബൽ. ഞാൻ നിസ്കാരത്തിൽ നിന്ന് വേർപിരിഞ്ഞ്, ജമാഅത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഒറ്റക്ക് നിസ്കരിച്ച് ഞാൻ പോയി. എന്നെപ്പറ്റി ഞാൻ മുനാഫിക്കാണെന്നും പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് എന്നവരെ വിളിക്കുകയാണ്. ഇതിന് വലിയൊരു പാഠമുണ്ട്. കേൾക്കുന്ന മുഴുവൻ സംഗതികളും നമ്മളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങരുത് എന്ന വലിയൊരു പാഠമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനു. ഓ ഹു യു ബിലീവ്, if they come to you a wicked person, you should verify his speech. ആരെങ്കിലും വിവരദോഷികളോ അറിവില്ലാത്തവരോ ഫിത്നക്കാരോ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയുന്നത് എന്താണ് ഒന്ന് നിങ്ങൾ പരിശോധിക്കണം. ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാതെ ഒരു കാര്യം ചെയ്താൽ അതൊരു വലിയ വിഷമായിരിക്കും. അവർക്ക് സങ്കടം ഉണ്ടാവും. ഞാൻ സയ്യിദുൽ ഉലമയുടെ കൂടെ ഇന്ന് മിനിഞ്ഞാന്ന് മസ്കറ്റിൽ ഞങ്ങൾ ഒരുമിച്ച്, ഇന്നലെ രാവിലെ മസ്കറ്റിൽ നിന്നാണ് ഒരുമിച്ചല്ല എയർപോർട്ടിൽ ഒരുമിച്ചായിരുന്നു. തങ്ങൾ കോഴിക്കോട്ടേക്ക്, ഞാൻ കൊച്ചിയിലേക്ക് വന്ന്. അപ്പോൾ തങ്ങളൊരു കാര്യം പറഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രശ്നം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നിലപാട് തങ്ങൾ വ്യക്തമായി പറഞ്ഞു. പക്ഷെ ആ പറഞ്ഞതല്ല പുറത്ത് ഒരു ന്യൂസായിട്ട് വന്നത്. അത് വേറെ ആരോ ഒന്ന് എഴുതിയപ്പോൾ തങ്ങൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതി, തങ്ങളുടെ നിലപാട് തങ്ങൾ പോലും ആലോചിക്കാത്തതാണ് എന്ന് തങ്ങളുടെ മേൽ വെച്ച് കെട്ടിയതിന് തങ്ങൾ വേദന പറഞ്ഞു. ഇതാണിപ്പോഴത്തെ അവസ്ഥ. ഞാൻ ഉദ്ദേശിച്ചതും പറഞ്ഞതും ഇന്നതാണ്. പക്ഷേ ഒരു കുട്ടി ഇങ്ങനെ എഴുതി വന്നപ്പോൾ അവരിങ്ങനെയാണ് അതിനെക്കുറിച്ച് എഴുതിയത്. അപ്പോൾ ഒരു വലിയ വേദനയായി. ഞാൻ ആലോചിച്ച് പോവുക, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, സയ്യിദന്മാർ. ഇപ്പോൾ ഇവിടെ കുന്നുകൈ തങ്ങൾ സൂചിപ്പിച്ച പോലെ നമ്മുടെ നേതാക്കന്മാരോട് ജീവിച്ചിരിക്കുമ്പോൾ അവരല്ലേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടത്. അവർ പറയുമ്പോൾ പിന്നെ അതിലെന്തിനാണ് ഒരു അതിർത്തി? ആ പറയുന്ന ആധികാരികത അതിനെ നഷ്ടപ്പെടുത്തക്ക വിധം മറ്റാളുകളോ ഇടക്ക് കയറി പറയുന്നതൊക്കെ ഒരു തരം അദബില്ലായ്മ തന്നെയാണ്. കാരണം നമ്മുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു അച്ചടക്കം അത് വലിയൊരു വിഷയമാണ്. മഹാനായ തങ്ങളവറുകൾ ആ ഒരു വേദന പങ്കുവെച്ചത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഫതബയ്യനു, നമ്മൾ കേൾക്കുന്ന പലതും, നമ്മൾ വായിക്കുന്ന പലതും അത് ആ മനുഷ്യൻ എഴുതിയതുപോലെ തന്നെയാണോ സംഭവിച്ചത്? അയാളുടെ റീഡിങ് ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഫതബയ്യനു, ഇത് ഖുർആനിൻ്റെ അധ്യാപനമാണ്. സൂറത്തുൽ ഹുജറാത്ത്. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം. എഴുതുന്ന ആളുകൾ എഴുതുന്നത് അങ്ങ് തൊണ്ടതൊടാതെ വിഴുങ്ങണ്ട. അത് ശരി തന്നെയാണോ, അങ്ങനെ തന്നെയാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത്. കാരണം മാനിപ്പുലേഷൻ, ന്യൂസുകളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഫോട്ടോ എഡിറ്റ് ചെയ്ത് വിടാൻ വേണ്ടി പറ്റും, ശബ്ദം വരെ മാറ്റാൻ വേണ്ടി പറ്റും, ശബ്ദം കോപ്പി അടിച്ച് പറയുന്ന ആപ്പുകൾ വരെ ഉണ്ട്. ഇതൊക്കെ ഉള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്.
എന്നിട്ട് നമ്മളതിൻ്റെ നിജസ്ഥിതി അറിയാതെ അതിനെ സംബന്ധിച്ച് കമൻറ്റ് പറയാൻ തുടങ്ങും, അതേ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഒരുപാട് ഗീബത്തിൻ്റെ മീമത്തിൻ്റെ ഒക്കെ കുറ്റം നമ്മുടെ ദേഹത്തേക്ക് വരികയാണ്. നമ്മുടെ ആഖിറത്തിലേക്ക് ചെന്ന് ചെല്ലുമ്പോൾ മനിൽ മുഫ്ലിസ് എന്ന് നബി തങ്ങൾ ചോദിച്ച മുഫ്ലിസായി ഒരു അമല് പോലും കയ്യിലില്ലാതെ ചോർന്നു പോകുന്ന ഓട്ടപാത്രവുമായി നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലേക്ക് ചെന്നാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. മുആദ് എന്നവരെ തങ്ങൾ വിളിച്ചു, മുആദേ, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്താ ഓതാറുള്ളത്? കാരണം തങ്ങൾക്കറിയണം, ഈ മനുഷ്യൻ ഒരു ദിവസത്തെ ജമാഅത്തിന് പോയിട്ട് അയാളുടെ അനുഭവമാണ് ഈ പറയുന്നത് എങ്കിലോ സ്ഥിരം ജമാഅത്തിന് മുആദ് എന്നവരുടെ കൂടെ ഉണ്ടോ, സ്ഥിരം മുആദ് എന്നവരിങ്ങനെ ഓതുന്നുണ്ടോ, ഇതൊക്കെ അറിയണ്ടേ? നബി തങ്ങൾ ചോദിച്ചു. അപ്പോൾ മുആദ് എന്നവരെ പറഞ്ഞു, നബിയെ, ഞാൻ അൽ ബഖറയും ആലു ഇംറാനും സൂറത്തു നിസാ ഓതാറുണ്ട്. അഫത്താനുൻ അൻത യാ മുആദ്, തങ്ങൾ ചോദിച്ച ചോദ്യമാണത്. അഫത്താനുൻ അൻത യാ മുആദ്, മുആദേ, നിങ്ങൾ ഫിത്ന ചെയ്യുന്ന ആളാണോ? മുആദേ, നിങ്ങൾ ഫിത്നയാണോ ചെയ്യുന്നത്? എന്തിനെ കുറിച്ചായി പറയുന്ന ആലോചിക്കണേ. പൊതുജനങ്ങൾക്ക് ഇമാമ് നിൽക്കുമ്പോൾ ഇമാമ് ബാക്കിലുള്ള മഅ്മൂമിങ്ങളുടെ അവസ്ഥകൾ പരിഗണിക്കണം എന്ന് പറയാൻ. ഇത് ദീനിന്റെ ഒരു ഫിഖ്ഹാണ്. മുമ്പിൽ ഇമാമ് നിൽക്കുമ്പോൾ നമ്മുടെ ആവേശത്തിനനുസരിച്ചു സമയത്തിനനുസരിച്ചു നിങ്ങൾ എന്ത് ചെയ്യരുത്, തോന്നിയതുപോലെ നിസ്കരിക്കരുത്. ബാക്കിൽ രോഗികളുണ്ട്, ബസ്സിന് പോകേണ്ടവരുണ്ട്, ട്രെയിനിന് പോകേണ്ടവരുണ്ട്, യാത്ര തുടരേണ്ടവരുണ്ട്, വിശക്കുന്നവരുണ്ട്, വീട്ടിലേക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്ന് ജമാഅത്തിലേക്ക് കൂടിയവരുണ്ട്, ഉമ്മ കാത്തിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു സ്ഥലത്ത് നിങ്ങളുടെ ബാക്കിലുള്ള മഅ്മൂമിങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഈ സൂറത്തൊക്കെ പോരെ, ധാരാളമല്ലേ മുആദേ? നിങ്ങൾ ഇങ്ങനെ അൽ ബഖറ ഓതിയാൽ ജനങ്ങളെ വെറുപ്പിക്കുകയാണോ? അഫത്താനുൻ അൻത യാ മുആദ്, നബി തങ്ങൾ മുആദ് എന്നവരോട് ചോദിച്ച ചോദ്യമാണത്. മുആദേ, നിങ്ങൾ ഫിത്ന ഉണ്ടാക്കുകയാണോ? ആ വാക്കിന്റെ അർത്ഥതാണ്. എന്തിനെ കുറിച്ചായി പറയുന്നത്? നിസ്കരിക്കുന്ന സമയത്ത് ഒരു പ്രയാസം ഉണ്ടായതിന്റെ പേരിൽ അത്രമേൽ മനുഷ്യരുടെ മനസ്സിന്റെ ആരോഗ്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഗണിച്ചിരുന്നു. നബി തങ്ങൾ അതിന് പരിഹാരം കണ്ടിരുന്നു. അതിന്റെ പേരിലേക്ക് പള്ളിയിൽ മൂത്രമൊഴിച്ച ആളെ വരെ നബി തങ്ങൾ അങ്ങനെ ചീത്ത പറഞ്ഞിട്ടില്ല, അല്ലേ? പള്ളിയിൽ മൂത്രമൊഴിച്ചില്ലേ ദുൽ ഖുവൈസിറത്തി തമീമി, ആ മനുഷ്യനെ പോലെ നബി തങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ മനുഷ്യൻ സന്തോഷിക്കുക ചെയ്തത്. മാ ഖഹറനി വലാ സജറനി, പുണ്യ നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ നബി തങ്ങൾ അനാദരവോടുകൂടെ എന്നോട് സംസാരിച്ചില്ല, എനിക്ക് കാര്യം പറഞ്ഞു. ഇന്ന ഹാദിഹിൽ മസാജിദ്, ഈ പള്ളികളൊക്കെ ഉണ്ടാക്കിയത് അള്ളാഹുവിനെ ഓർക്കാനും ഖുർആൻ ഓതാനും നിസ്കരിക്കാനൊക്കെയാണ് കേട്ടോ, ഇതൊന്നും ഇവിടെ പാടില്ല എന്ന് എനിക്ക് മാന്യമായി പഠിപ്പിച്ചു തന്നു. ആ സന്തോഷം കൊണ്ടല്ലേ മൂപ്പര് നബി തങ്ങൾ എഴുതാലിലേക്ക് വന്നപ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ, മൂപ്പരങ്ങ് ദിക്റൊക്കെ കഴിഞ്ഞിട്ട് മൂപ്പരുടെ വകര ദുആ, അല്ലാഹുമ്മ അദ്ഖിൽനി വ മുഹമ്മദൻ അൽ ജന്ന വലാ തർഹം അഹദൻ ബഅദന. നിസ്കാരം കഴിഞ്ഞപ്പോൾ തങ്ങൾ ചോദിച്ചു, ആരായി പറഞ്ഞത്? എന്നെയും മുഹമ്മദ് നബിയെയും സ്വർഗത്തിൽ കയറ്റിയിട്ട് അള്ളാഹുവെ സ്വർഗം അടച്ചേക്കണേ, ഇനി ഒരൊറ്റ കുട്ടിനെ അതിൽ കയറ്റരുത്. നബി ഞങ്ങൾ ചോദിച്ചു, ആരായി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞില്ല, ഞാനാ നബിയെ, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. എന്തേ? നിങ്ങളല്ലേ എന്നോട് ചൂടാവാതിരുന്നത്? ഇവരൊക്കെ എൻ്റെ മേൽ ചാടി വീഴല്ലേ ചെയ്തത്? ഞാൻ മൂത്രമൊഴിച്ചപ്പോൾ ഞാൻ അറിയാതല്ലേ ചെയ്തത്? പക്ഷെ അങ്ങ് എന്നോട് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, സന്തോഷം കൊണ്ട് പറഞ്ഞതാ. തങ്ങൾ പറഞ്ഞു, വിശാലമായ സ്വർഗത്തെ നിങ്ങൾ അങ്ങോട്ട് ചെറുതാക്കിയല്ലേ. ഞാനും നിങ്ങളും കയറിയാലും കോടിക്കണക്കിന് ആളുകൾ കയറിയാലും അവിടെ സ്ഥലമുണ്ട്. സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ഒരാൾ യംഷി ഫീ മുൽക്കിഹി അൽഫൈ സന, 2000 കൊല്ലം ഏറ്റവും ചെറിയ പ്രതിഫലം കിട്ടുന്ന ഒരു മനുഷ്യൻ അയാൾക്ക് കിട്ടുന്ന സ്ഥലത്ത് നടന്നാൽ 2000 കൊല്ലെടുക്കുന്നതാണ് അയാളുടെ പറമ്പൊന്ന് നടന്നു തീരാൻ. അത്രയും അള്ളാഹു സ്വർഗത്തിലെ ഒരു ചെറിയ ആൾക്ക് കൊടുക്കുന്ന. അല്ലാഹുമ്മ അദ്ഖിൽനാൽ ജന്നത മഅൽ അബ്റാർ. അള്ളാഹു നമുക്കും ദീനിന്റെ ഖാദിമീങ്ങളായി 100 വർഷം തികയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന് നമ്മുടെ മദ്രസകൾക്കും പള്ളികൾക്കും ദർസുകൾക്കും മുതഅല്ലിമീങ്ങൾക്കും ഉസ്താദുമാർക്കും എല്ലാം ഖിദ്മത്ത് ചെയ്ത ഒരുപാട് ഉമറാക്കൾ മരിച്ചു പോയിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും, ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഉമ്മത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലമുറകളിലേക്ക് കൈമാറിയത് വലിയൊരു മനോഹരമായ രീതിയിലാണ്. ഈ ഉമ്മത്തിനെ നബി തങ്ങൾ സംസ്കരിച്ചെടുത്തത് ഹബീബിന്റെ ഒരു തർബിയത്ത്, വല്ലാത്ത തർബിയത്താണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ. ഇദാ ബലഗൽ മാഉ ഖുല്ലതൈനി ലം യഹ്മിൽ ഹദത്ത്. ഫിഖ്ഹിന്റെ മസലയിൽ നമ്മൾ ഉദ്ധരിക്കുന്ന ത്വഹാറത്തിന്റെ ബാബിലൊക്കെ പറയുന്ന ഹദീസല്ലയോ അത്? 2 കൊല്ലത്ത് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ നജസ് ചേരുന്നതോടുകൂടെ അതിലെന്താവുന്നില്ല, മുത്തനജിസ് ആകുന്നില്ല. നിറമോ മണമോ രുചിയോ മാറിയാലേ ഒതുകൊടുക്കാൻ പറ്റാത്ത വിധം അത് മുത്തനജിസ് ആകുന്നുള്ളൂ എന്ന് പറയുന്ന മസലയെ, ആ ഒരു ഹദീസിനെ വ്യക്തി ജീവിതങ്ങളിലേക്ക് നബി തങ്ങൾ കൊണ്ടുവരാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയുന്നത് നമ്മുടെ കൂടെയുള്ള ആളുകളെ കൂടെ നിർത്തുക എന്ന് മാത്രമല്ല,
ബൗണ്ടറിക്ക് പുറത്തു നിൽക്കുന്ന ആളുകളെ കൈപിടിച്ചകത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന വിധമായിരിക്കണം നമ്മുടെ പെരുമാറ്റങ്ങൾ എന്ന് സൂചിപ്പിക്കുവാനാണ്. സുമാമത്ത് ബിൻ ഉസാലിനെ അന്ന് മദീന പള്ളിയുടെ ചുമരിലേക്ക്, അവിടുത്തെ തൂണിലേക്ക് പിടിച്ചു കെട്ടിയിട്ട് 3 ദിവസം തങ്ങൾ ചോദിച്ചു, സുമാമ വല്ല മാറ്റമുണ്ടോ? അദ്ദേഹം വലിയ നേതാവാണ്, യമാമക്കാരനാണ്, മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്ത ആളാണ്, അവിടുത്തെ ഹോൾസെയിൽ വിൽപ്പനക്കാരനാണ്, വലിയ കച്ചവടക്കാരനാണ്. പക്ഷെ സ്വഹാബികൾ അയാളെ പിടിച്ചു, മദീനയുടെ സാരിയത്തിൽ കൊണ്ടുവന്ന് പിടിച്ചു കെട്ടി മദീന പള്ളിയുടെ തൂണിൽ. ആ മനുഷ്യനെ നബി തങ്ങളുടെ ജീവിതം കാണിച്ചു കൊടുക്കുകയാണ്. ആ മനുഷ്യൻ നബി തങ്ങൾ ഇങ്ങനെ നോക്കിക്കാണുകയാണ്. സുമാമ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ആട്ടെ, 2ാമത്തെ ദിവസം, സുമാമ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റമില്ല. ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമിൻ, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ നിങ്ങളിൽ ഒരുപാട് ആളെ കൊന്ന ആളാണ് ഞാൻ നിങ്ങളിൽ നിന്ന് വധശിക്ഷ അർഹിക്കുന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ കൊല്ലാം. ഇൻ തുഹ്സിൻ, നിങ്ങൾ നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോട് നന്ദി ചെയ്യുന്ന ഒരാളായിരിക്കും നിങ്ങൾ നന്ദി ചെയ്യുന്നത്. ഇത് മാത്രം അയാൾ പറയുന്നത്. 3ാമത്തെ ദിവസവും തങ്ങൾ ചോദിച്ചു, മദീന പള്ളിയിലല്ലേ, ഒരുപാട് അനുഭവങ്ങൾ കാണുകയാണ് പള്ളിയിൽ നബി തങ്ങൾ സ്വഹാബിമാരോട് ഇടപെടുന്നത്. അവസാനം അയാളോട് ഒരു ചോദ്യം കൂടെ ചോദിച്ചു, സുമാമ വല്ല മാറ്റവും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഒരു മാറ്റവും ഇല്ല, എന്ന് അഴിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ കയറഴിച്ചു വിട്ടു. നബി തങ്ങൾ ഒരു പ്രതികാരവും ചെയ്തില്ല. കുറച്ചു നേരം കഴിഞ്ഞ മനുഷ്യൻ എന്താ ചെയ്തത്? അവിടെ പോയി കുളിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. കലിമ ചൊല്ലി മുസ്ലിമാവുകയാണ്. പറഞ്ഞു, നബിയെ, എൻ്റെ അഹങ്കാരം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞതാ, എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷെ അങ്ങയുടെ കൂടെ ജീവിച്ചപ്പോഴേ, അങ്ങയെ കണ്ടപ്പോഴേ എനിക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് എന്ന് സുമാമത്ത് ബിൻ ഉസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായിട്ട് മാറുകയാണ്. ഇതൊരു വലിയൊരു പാഠമാണ്. ഉസ്വത്തുൻ ഹസന, മാതൃകാ പുരുഷന്മാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മളവരെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രം മതി. ഏതു കാലഘട്ടത്തിലും ഈ ഉമ്മത്തിൽ ഖൈറുണ്ട്. അൽ ഖൈറു ഫിയ വഫി ഉമ്മത്തി ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ എൻ്റെ ഉമ്മത്തിലാണ് ഖൈറുള്ളത് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ റഅസ് കുല്ലി മിഅതി സന, 100 വർഷം പൂർത്തിയാകുന്നിടത്തും എൻ്റെ ഉമ്മത്തിനെ തജ്ദീദ് ചെയ്യാൻ, റിഫോം ചെയ്യാൻ മുജദ്ദിദുമാരെ ഞാൻ പറഞ്ഞയക്കുന്നു. എൻ്റെ ഉമ്മത്തിൽ മുജദ്ദിദുമാർ വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുജദ്ദിദുൻ ഫിൽ ഫിഖ്, മുജദ്ദിദുൻ ഫിൽ അഖീദ, മുജദ്ദിദുൻ ഫിൽ ശരീഅ, മുജദ്ദിദുൻ ഫിൽ തിലാവ. ദീനിന്റെ ഓരോ വിഷയങ്ങളിലും ഓരോ മുജദ്ദിദുമാർ. എല്ലാം ഒത്തിണങ്ങിയ മുജദ്ദിദ് വളരെ കുറവാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മാത്രമായിരുന്നു എന്നാ പറയാ, ഹിജ്റ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദ്. ബാക്കി ഓരോ കാലഘട്ടത്തിലും ഓരോരോ വിഷയങ്ങളിലും മുജദ്ദിദുമാർ വരുന്ന നമ്മൾ കണ്ടെത്തണം. സ്വാലിഹീങ്ങളെ നമ്മൾ തേടിപ്പിടിക്കണം. നമ്മൾ കുറ്റവും കുറവും നോക്കാൻ നിന്നാൽ ഒരു കുറവില്ലാത്തൊരു മനുഷ്യനും ലോകത്തില്ല. വലസ്താ ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. വലസ്താ ബിമുസ്തബിഖിൻ അഖൻ ലാ തലുമുഹു അലാ ശാഅത്തിൻ അയ്യുർ റിജാലിൽ മുഹദ്ദബു. ഒരു കുഴപ്പമില്ലാത്ത ഒരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ളവരാ. പക്ഷേ അവരുടെ മഹാസിനാണോ നന്മയാണോ തിന്മയാണോ കൂടുതൽ? നന്മയാണെങ്കിൽ ആ നന്മയെ നമ്മൾ സ്വീകരിക്കും. അതാണ് വെള്ളം 2 കൊല്ലത്തോ കൂടുതലോ ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ ശുദ്ധിയെയാണ് നമ്മൾ നോക്കേണ്ടത്. നിറവും മണവും രുചിയൊക്കെ മാറത്തക്ക വിധം അവരിൽ മാലിന്യമുണ്ടെങ്കിൽ മാത്രമേ അത് മുതലജ്ജിസായി മാറുന്നുള്ളൂ എന്നാ. സുബ്ഹാനല്ലാഹ്. അഭിനന്ദനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 മിനിറ്റ് കൂടെയാണ് എൻ്റെ മുമ്പിലുള്ള സമയം. ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒരു കത്തുമായി പോകുന്ന സാറ എന്ന് പറയുന്ന പെണ്ണ്, അവരെ മക്കക്കാരുടെ ഖുറൈശികളുടെ വീട്ടുവേല ചെയ്തിരുന്ന പെണ്ണായിരുന്നു. മദീനയിൽ വന്നു. അപ്പോൾ അവരുടെ വിഷമങ്ങളും പരാധീനതകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ പല സമ്മാനങ്ങളും കൊടുത്തു. പോകുന്ന കൂട്ടത്തിൽ ഹാത്തിബ് റളിയല്ലാഹു അൻഹു ഒരു കത്തും കൊടുത്തയച്ചു. ആ വിവരം നമുക്കൊക്കെ അറിയാം. ഹബീബായ നബി തങ്ങളുടെ വിശുദ്ധ മജ്ലിസിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി. നബിയെ, സാറ എന്ന പെണ്ണ് മക്കയിലേക്കുള്ള വഴിയിലാണ്. ഇന്നാലിന്ന താഴ്വരക്കടുത്ത് അവൾ എത്തിയിട്ടുണ്ട്. അവളുടെ കൂടെ ഒരു കത്തുണ്ട്. ആ കത്ത് പിടിച്ചു വാങ്ങണം. അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറ്റൊരാളോ അലി തങ്ങളുടെ കൂടെയുണ്ട്. 2 പേരും തങ്ങൾ കൊടുത്ത ലൊക്കേഷനിൽ ചെന്നു. ആ പെണ്ണിനെ കണ്ടു. മദീനയുടെ ബോർഡറും കഴിഞ്ഞ് ഒരുപാട് യാത്ര പോയിട്ടുണ്ട് അവൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാര് ചോദിച്ചു, സാറ, നീ സാറയല്ലേ? അതെ. നിന്റെ കയ്യിലെ കത്തെടുക്ക്. പറഞ്ഞു, എന്റെ കയ്യിൽ കത്തില്ല. നിന്റെ കയ്യിലെ കത്ത് ഞങ്ങൾക്ക് വേണം. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ പറഞ്ഞയച്ചു, നിന്റെ കയ്യിൽ കത്തുണ്ട്. എന്റെ കയ്യിൽ കത്തില്ല. ആകാശത്തുനിന്ന് വഹി വരുന്ന നബി ഞങ്ങളോട് പറഞ്ഞു, നിന്റെ കയ്യിൽ കത്തുണ്ട്, അതെടുക്ക്. അവൾ പറഞ്ഞു, എന്റെ കയ്യിൽ കത്തില്ല.
അലി തങ്ങൾ പറഞ്ഞു, നിന്റെ വസ്ത്രങ്ങൾ ഓരോന്ന് അഴിച്ചു മാറ്റിയെങ്കിൽ പോലും ഞങ്ങൾ കത്ത് കിട്ടാതെ ഞങ്ങളോടൊന്ന് പോകൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ മുടിക്കെട്ടിൽ നിന്ന് കൊടുത്തു. ആ കത്തുമായി ഹബീബിന്റെ മുമ്പിൽ വന്ന രംഗം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്വഹാബിമാർ പകച്ചുപോയി. എന്തായിരിക്കും ആ കത്തിന്റെ ഉള്ളടക്കം? ആ കത്തിനുള്ളിൽ കിടക്കുന്നതിലാ മുഹമ്മദ് നബിയും സ്വഹാബികളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് മാർച്ച് ചെയ്യുന്നുണ്ട്. മക്കയെ കീഴടക്കാനും ബനൂ ബക്കർ ഗോത്രത്തിനും ഖുറൈശികൾക്കും മറുപടി കൊടുക്കാനും. മക്ക വിജയം നടക്കുന്ന സമയമാണത്. സ്വഹാബികളിൽ VIP-കൾക്ക് മാത്രമേ ആ വിഷയം അറിയൂ. നബി തങ്ങൾ മക്കയിലേക്കാണ് പോകുന്നത്. ബാക്കി എല്ലാ സൈന്യം പുറപ്പെടുമ്പോഴും തങ്ങൾ പറയും, നമ്മൾ തബൂക്കിലേക്കാ പോകുന്നത്, ബനൂ മുസ്തലിഖിലേക്കാ പോകുന്നത്, ഖൈബറിലേക്കാ പോകുന്നത്, സ്ഥലം പറഞ്ഞു കൊടുക്കും. പക്ഷേ മക്ക വിജയത്തിന്റെ വിഷയത്തിൽ മാത്രം ഹിജ്റയുടെ 8-ാം വർഷം തങ്ങൾ അതൊന്നും പറഞ്ഞു കൊടുത്തില്ല. വളരെ സീക്രട്ടാണ്. ആ സീക്രസി, ആ ഒരു സ്വകാര്യത ഹാത്തിബ് റളിയല്ലാഹു അൻഹു മക്കക്കാർക്ക് ചോർത്തി കൊടുക്കുകയാണ് ചെയ്തത്. വലിയൊരു ദുരന്തമല്ലേ അത്? ഗൗരവമുള്ള വിഷയമല്ലേ അത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കത്ത് വായിച്ചു നോക്കുമ്പോൾ, ഖുറൈശികളെ, ദാ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്, എൻ്റെ കുടുംബം അവിടെ ഉണ്ട് കേട്ടോ, എൻ്റെ കുടുംബത്തെ നിങ്ങൾ സംരക്ഷിക്കണം. നബി ഞങ്ങൾ ചോദിച്ചു, മാ ഹമലക അലാ ഹാദാ യാ ഹാത്തിബ്, ഹാത്തിബേ നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചാരപ്പണി ചെയ്തു? എന്തുകൊണ്ട് നമ്മുടെ സ്വകാര്യം നമ്മുടെ ശത്രുക്കൾക്ക് നിങ്ങൾ കൈമാറി കൊടുത്തു? യാ റസൂലല്ലാഹ് മാ കഫർതു മുൻദു അസ്ലംത്, ഞാൻ മുസ്ലിമായതിൻ്റെ ശേഷം നബിയെ കുഫറിലേക്ക് പോയിട്ടില്ല നബിയെ, ഞാൻ മുസ്ലിം തന്നെയാണ്, കാഫിറല്ല നബിയെ, ഞാൻ മുസ്ലിമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉടനെ ചോദിച്ചു, നബിയെ അവലാ അദ്രിബു ഉനുഖ ഹാദൽ മുനാഫിഖ്, ഈ കപടവിശ്വാസിയുടെ കഴുത്ത് ഞാൻ വെട്ടിക്കോട്ടെ? കാരണം സൈന്യത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സോൾജിയർ, ഒരു പട്ടാളക്കാരൻ രാജ്യത്തിന്റെ സ്വകാര്യത അടുത്ത രാജ്യക്കാർക്കോ ശത്രുക്കൾക്കോ കൈമാറിയാൽ വധശിക്ഷയിൽ കുറഞ്ഞൊരു ശിക്ഷയും ഒരു രാജ്യം കൊടുക്കൂല. അത്ര വലിയ ഡേഞ്ചർ കുറ്റമാണ് ഹാത്തിബ് എന്നിവരിന്ന് സംഭവിച്ചു പോയത്. അവർ പറഞ്ഞു, നബിയെ അങ്ങയുടെ കൂടെയുള്ള മുഹാജിറുകൾ, അവർക്കൊക്കെ മക്കയിൽ കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, അവിടെ ഒരു യുദ്ധം നടന്നാൽ അവരുടെ വീടിനൊന്നും ഒന്നും സംഭവിക്കൂല എന്ന് എനിക്കറിയാം. പക്ഷെ എൻ്റെ വീട്, എൻ്റെ ഭാര്യയും ഉമ്മയും മക്കളും അവിടെ ഉണ്ട് നബിയെ, അവർക്ക് എന്തെങ്കിലും ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തു പോയ പണിയാണ്. എൻ്റെ ഖൽബിൽ കുഫർ വന്നിട്ടില്ല നബിയെ, ശിർക്കും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ മുസ്ലിം തന്നെയാണ്. ഉമർ തങ്ങൾ വീണ്ടും ചോദിച്ചു, നബിയെ വെച്ചേക്കണോ? എൻ്റെ വാള് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ആ നേരം ഉമർ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ മറുപടി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ, കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമ്മുടെ ഭാര്യയോടുള്ള ജീവിതത്തിൽ, നമ്മുടെ മക്കളോടുള്ള ജീവിതത്തിൽ, നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ, സുഹൃത്തുക്കളുള്ളവരാണെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ, സംഘടനാ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും മാതൃകയാണ്. തങ്ങൾ പറഞ്ഞ വാക്കെന്താ? വമാ യുദ്രീക യാ ഉമർ ലഅല്ല അല്ലാഹ തല അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. ഉമറേ, ഇത് ബദരിയായ സ്വഹാബിയാണ്. ഹാത്തിബിനെ നിങ്ങൾ കൊല്ലണം എന്നൊക്കെ നിങ്ങൾ പറയണോ? ബദരിയായ സ്വഹാബിയാണ്. ബദരിയായ ഒരു സ്വഹാബി, അള്ളാഹുവിന് വേണ്ടി 313 സ്വഹാബത്തിന്റെ കൂടെ, ഹബീബിന്റെ കൂടെ ബദറിലിറങ്ങിയ സ്വഹാബിയല്ലേ? ആ സ്വഹാബികളോട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്, യഅമലൂ മാ ശിഅ്തും, നിങ്ങൾക്ക് വേണ്ടത് ചെയ്തോളൂ. അത് വിചാരിച്ച സ്വഹാബികൾ ആരും തെറ്റിലേക്ക് പോവില്ല. അവരാണ് ബദരീങ്ങൾ. യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടത് ചെയ്യാം എന്ന് ഉമറേ ബദരീങ്ങളോട് അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഹാത്തിബ് ദീനിന് ചെയ്ത സേവനം ആലോചിച്ചുകൊണ്ട് ഹാത്തിബിനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റൂല. നിരുപാധികം ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിന് മാപ്പ് കൊടുത്തു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ സുന്നത്തും ചര്യയും മാതൃകയുമാണ്. ഒരു ഉമ്മത്തിന്റെ സുശക്തമായ നിലനിൽപ്പിന്, കെട്ടുറപ്പിന് നമ്മുടെ കൂടെയുള്ള ആളുകൾ എന്തെങ്കിലും തെറ്റുകളോ പിഴവുകളോ സംഭവിച്ചാൽ പോലും കഴുകി ശുദ്ധിയാക്കിയെടുക്കാനും നന്നാക്കിയെടുക്കാനും പശ്ചാത്തപിച്ച് മടങ്ങാനും അവസരം കൊടുക്കേണ്ട സന്മനസ്സിൻ്റെയും വിശാല മനസ്കതയുടെയും ആളുകളാണ് മുഅ്മിനീങ്ങൾ. നമ്മളൊക്കെ ഇന്നക്കും ഇഖ്വ, നിങ്ങൾ സഹോദരങ്ങളാണ്, ഒരു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നവരാണ്. ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുകും റിഖാബ ബഅദ്, നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ വിഘടനമോ ശത്രുതയോ ഒരിക്കലും ഉണ്ടാകരുത്. നിങ്ങൾ എൻ്റെ കാലശേഷം അവിശ്വാസത്തിലേക്ക് മടങ്ങുകയാണോ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ട് എന്ന് പുണ്യനബി ചോദിച്ചത് അവിടുത്തെ അവസാനത്തെ പ്രഭാഷണത്തിലാണ്. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഒരു ഒരു ചരക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അറിയണേ നമ്മുടെ കയ്യിലുള്ള ചരക്ക്, അള്ളാഹുവിന്റെ ചരക്ക് വലിയ വിലമതിപ്പുള്ളതാണ്, വലിയ വിലയുള്ളതാണ്. അലാ വഹിയൽ ജന്ന, അത് സ്വർഗമാണ്. അതുകൊണ്ട് സ്വർഗത്തിനെ അധ്വാനിക്കാൻ ഒരുപാട് നമ്മുടെ മുമ്പിൽ ബാക്കി കിടക്കുകയാണ്. സ്വഹാബിമാർ തരണം ചെയ്ത ത്യാഗങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കണം. എപ്പോഴെങ്കിലും വായിക്കാൻ സമയം കണ്ടെത്തണം. ഇൽമ് മരണം വരെ കൊണ്ടു നടക്കേണ്ട സംഗതിയാണ്. മഅൽ മഹ്ബറതി ഇലൽ മഖ്ബറ,
എന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞ വാക്കുകൾ പണ്ഡിതന്മാർ ഉദ്ധരിക്കും. പേനയുടെ മഷിക്കുപ്പിയുമായി ഖബറിലേക്ക് വിജ്ഞാനവും വിനയവും സേവനവും മുഖമുദ്രയാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ തണലിലാണ് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അറിവ് നഷ്ടപ്പെട്ടുകൂടാ. വെറുതെ നമ്മൾ വല്ലതും വായിച്ചു തീർത്ത് സമയം കളയേണ്ടതിന് പകരം ആധികാരികമായ ഗ്രന്ഥരചനകൾ എത്രയോ നമ്മുടെ മലയാളത്തിലുണ്ട്, അറബിയിലുണ്ട്, മറ്റു ഭാഷകളിലുണ്ട്. വായിക്കാൻ സമയം കണ്ടെത്തിയേ മതിയാവൂ. ആ അറിവാണ് നമ്മുടെ ചിന്തയും വാക്കുകളും പ്രവൃത്തികളുമായി മാറുന്നത്. നമ്മൾ വായിക്കുന്നത് നല്ലതല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി മോശമാകും. അത് മോശമായാൽ നമ്മുടെ വാക്കുകളിൽ നിന്ന് വരുന്നത് മോശമായിരിക്കും. നമ്മുടെ എഴുത്ത് അങ്ങനെയായി മാറും, നമ്മുടെ പെരുമാറ്റം അങ്ങനെയായി മാറും. ഹുസ്നുൽ ഖുലുഖ് എന്ന സൽസ്വഭാവം തഖ്വ കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കനം തൂങ്ങുന്ന അമല് ഒരു മനുഷ്യന്റെ സൽസ്വഭാവമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പുണ്യ നബിയുടെ ദീനിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് മറക്കാതെ നമ്മൾ ഓർക്കണം. ഇന്നലി നഫ്സൻ സവ്വാഖ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വല്ലാത്തൊരു ശരീരമാണുള്ളത്, ഉന്നതങ്ങളിലേക്ക് നോക്കുന്ന ശരീരമാണ് അല്ലാഹു എനിക്ക് തന്നത്. ഞാൻ അന്ന് ആഗ്രഹിച്ചു ഇംറത്തുൽ മദീന, ഞാൻ ആദ്യം ആഗ്രഹിച്ചു അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ മകൾ ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്കിനെ ഒന്ന് കല്യാണം കഴിക്കണമെന്ന്. അങ്ങനെ ഞാൻ അവളെ തന്നെ കല്യാണം കഴിച്ചു. പിന്നെ താഖത്ത് നഫ്സി ഇലൽ ഇമാറ, എനിക്ക് മദീനയുടെ അമീറാവണം, ഗവർണറാവണം എന്ന ആഗ്രഹം തോന്നി. ഞാൻ അതും കൈപ്പറ്റിയിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഖലീഫയാവണമെന്ന് ആഗ്രഹം തോന്നി. ഞാനിപ്പോൾ മുസ്ലിമീങ്ങളുടെ ഖലീഫയാണ്. 2.5 കൊല്ലം ഖലീഫയായത്. ആ 2.5 കൊല്ലം കൊണ്ട് ചെയ്ത ത്യാഗമാണ് ആലിമീങ്ങൾ പറഞ്ഞ് സയ്യിദു സുഹദാ, സയ്യിദു സുഹാദ്. അള്ളാഹുവിന് വേണ്ടി പരിത്യാഗം ചെയ്ത മഹത്തുക്കളുടെ നേതാവായി മഹാൻ മാറിയ മാത്രമല്ല, 1-ാം നൂറ്റാണ്ടിന്റെ ഹിജറ 1-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഈ പറയുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു, തുമ്മ താഖത്ത് നഫ്സി, എൻ്റെ ശരീരം ഇനി ആഗ്രഹിക്കുന്നത് ഇലൽ ജന്ന, സ്വർഗത്തിലെത്തണമെന്നാണ്. സ്വർഗത്തിലേക്ക് കുതിക്കുകയാണ്. ഞാൻ അതിനു വേണ്ടി പണിയെടുക്കുകയാണ്. പക്ഷേ അതിനുവേണ്ടി പണിയെടുത്ത് അധ്വാനിച്ച് നമ്മൾ ഒരുപാട് ചെയ്ത് എന്ന് ആലോചിച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഇതൊന്നും എവിടെയും എത്തിയിട്ടില്ലടോ എന്ന് അള്ളാഹു എന്നോട് പറയുമോ എന്ന് ഭയപ്പെടുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇത്ര വലിയ ത്യാഗം ചെയ്തിട്ട് ഇതൊക്കെ എവിടെ കിടക്കുന്നു, ഇതൊക്കെ എന്തേ ഇത്രയേ എനിക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് അള്ളാഹു ചോദിക്കുന്ന പക്ഷം, നമ്മുടെ അമലുകൾ കുറഞ്ഞു പോകുന്ന പക്ഷം, അന്നത്തെ ആ ഒരു ദുര്യോഗം എത്ര വലുതാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുക എന്ന വലിയ ലക്ഷ്യമാവട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആകത്തുക അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കിട്ടണമെന്ന് മാത്രമായി തീരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വബൈനഹു തർജുമാൻ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കും. നിങ്ങൾക്കിടയിലും അള്ളാഹുവിനിടയിലും ഒരു പരിഭാഷകനില്ലാതെ, ഒരു മീഡിയേറ്റർ ഇല്ലാതെ, ഒരു ഇടനിലക്കാരനില്ലാതെ നിങ്ങൾ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കുമെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സംസാരിക്കുന്ന നേരത്ത് ഫൽയുഇദ്ദ ജവാബൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തഅലീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ആ നേരത്തേക്ക് മറുപടി ഒരുക്കി വെച്ചോളൂ കേട്ടോ. അള്ളാഹുവിനോട് നിങ്ങൾ നേരിട്ട് സംസാരിക്കും, പടച്ചവനോട് നേരിട്ട് സംസാരിക്കും, അള്ളാഹു നിങ്ങളോട് സംസാരിക്കും. ഇബ്നു അബ്ബാസ് നിങ്ങൾ പറഞ്ഞു, അന്ന് ചില ആളുകളുടെ കവിളിലെ ഇറച്ചി ഉറ്റി വീഴും, ഖജ്ലൻ, നാണം കൊണ്ട് അള്ളാഹിന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് ചെന്ന് സംസാരിക്കുക എന്നോർത്തുകൊണ്ട്. അന്ന് ചില ആളുകൾ സന്തുഷ്ടരായി റബ്ബിന്റെ മുമ്പിലേക്ക് വരും. എന്തേ നീ എനിക്ക് ചെയ്തത് എന്ന് റബ്ബ് ചോദിക്കുമ്പോൾ, ഞാൻ ഉമ്മത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ റബ്ബേ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് ഞാൻ പറയും, അവസാനം അല്ലാഹുവേ റഹ്മതക അർജു, നിന്റെ കരുണയാണ് റബ്ബേ ഞാൻ പ്രതീക്ഷിച്ചത് എന്ന് റബ്ബിനോട് പറയുമ്പോൾ, ഫബിറഹ്മതി ഉദ്ഖുലിൽ ജന്ന, എൻ്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ എന്ന് ചില ആളുകളോട് പറയപ്പെടുകയും ചെയ്യുമെന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് മുഫസ്സിറുൽ ഉമ്മ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നാളെ റബ്ബിനെ കാണാനും സ്വർഗ്ഗലോകത്ത് എത്തിച്ചേരാനും നമ്മുടെ പ്രവർത്തനങ്ങളും അമലുകളൊക്കെ അല്ലാഹു സബബുകളാക്കി തരട്ടെ. നമ്മുടെ ഗുരുനാഥന്മാരുടെ, മശായിഖന്മാരുടെ, ഉസ്താദുമാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് 2 ലോകത്തും ഉപകാരപ്പെടുന്നതാക്കി തരട്ടെ. സുഹ്ബത്തുൽ അഖ്യാർ കൂനു മഅസ് സ്വാദിഖീൻ, സജ്ജനങ്ങളുടെ കൂടെയാവണം. സജ്ജനങ്ങളുടെ കൂടെ ദുനിയാവിലും നാളെ മരിച്ച് ഖബർ കിട്ടുമ്പോൾ നല്ലൊരു മനുഷ്യൻ്റെ അടുത്ത് ഖബർ കിട്ടണം. നാളെ എഴുന്നേൽക്കുമ്പോൾ സജ്ജനങ്ങളുടെ കൂടെ എഴുന്നേൽക്കണം. അംബിയായിൻ്റെ കൂട്ടത്തിൽ ചെല്ലണം. ഹബീബിൻ്റെ കൈപിടിച്ച് മുത്തണം. നാളെ അള്ളാഹുവിൻ്റെ തിരുതാത്ത് കാണണം. ഈ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക. അള്ളാഹു നമ്മുടെ മുമ്പിൽ വഴികൾ എളുപ്പമാക്കി തരും. തീർച്ചയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.